أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وأعتدنا للظالمين عذابا أليما. صدق الله العظيم. സൂറത്തുൽ ഫുർഖാൻ 37. വഖൗമ നൂഹിൻ, നൂഹിൻ്റെ ജനതയെയും, ലമ്മാ കദ്ദബു റുസുല, ലമ്മാ കദ്ദബു അവർ കളവാക്കിയപ്പോൾ, റുസുല റസൂലുമാരെ, ദൂതന്മാരെ, അഗ്റഖ്നാഹും നാം അവരെ മുക്കിക്കളഞ്ഞു, വജഅൽനാഹും അവരെ നാം ആക്കി, ലിന്നാസി ജനങ്ങൾക്ക് ആയത്തൻ ഒരു അടയാളം, വഅ്തദ്ന നാം ഒരുക്കി വച്ചിട്ടുണ്ട്, ലിൽലാലിമീന അക്രമികൾക്ക്, അദാബൻ അലീമ വേദനയേറിയ ശിക്ഷ. വഖൗമ നൂഹിൻ, നൂഹിൻ്റെ ജനതയെയും എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്സബൂ ബി ആയാത്തിന ഫദമ്മർനാഹും തദ്മീറ. മുമ്പ് പറഞ്ഞ ഫിറൗനെ കുറിച്ച് പറഞ്ഞല്ലോ, അവർ നമ്മുടെ ആയത്തുകളെ കളവാക്കി, അങ്ങനെ അവരെ നിശേഷം തകർത്ത് കളഞ്ഞു എന്നതുപോലെ നൂഹിൻ്റെ ജനതയെയും തകർത്ത് കളഞ്ഞു എന്നാണ്. ഫദമ്മർനാഹും ഖൗമ നൂഹിൻ എന്നാണ് ഖൗമ നൂഹിൻ എന്ന് പറഞ്ഞത്. എപ്പോഴാണത് ചെയ്തത്? ലമ്മാ കസ്സബുർ റുസുല, അവർ ദൂതന്മാരെ കളവാക്കിയപ്പോൾ. അവർ റുസുലയാണ്, സകല ദൂതന്മാരെയും കളവാക്കിയപ്പോൾ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പറയാൻ കാരണം, ഒരു റസൂലിനെ കളവാക്കുക, തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ തന്നെ അത് സകല ദൂതന്മാരെയും കളവാക്കലാണ്. കാരണം റസൂൽ എന്ന് പറയുന്നത് ഒരു തസ്തികയാണ്. ഒരാൾ കള്ളനാണെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ എല്ലാവരെയും അംഗീകരിക്കണതിന് അർത്ഥമില്ല. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചാലും ഈസാ നബി അലൈഹി സ്വലാമിനെ ചീത്ത പറഞ്ഞാൽ, തള്ളിക്കളഞ്ഞാൽ പിന്നെ ഇസ്ലാമിൽ സ്ഥാനമില്ല. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പല ആക്ഷേപങ്ങളും, ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന കാർട്ടൂണുകളും ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ തിരിച്ച് ക്രിസ്ത്യാനികളെ ആദരിക്കുന്ന ഈസാ അലൈഹി സ്വലാമിനെ മുസ്ലിങ്ങളാരും ചീത്ത പറയുകയില്ല. കാരണം ഈസാ നബിയെ നിഷേധിച്ചാലും ഇസ്ലാമിൽ നിന്ന് പുറത്താകും. അതാണ് നൂഹ് നബിയെ നിഷേധിച്ചവരെ കുറിച്ച് പറഞ്ഞപ്പോൾ ലമ്മാ കസ്സബുർ റസൂല എന്ന് പറയുന്നതിന് പകരം ലമ്മാ കസ്സബുർ റുസുല എന്ന് ബഹുവചനമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത്. ചില പണ്ഡിതന്മാർ അതിന് വേറൊരു ന്യായം പറയുന്നുണ്ട്. മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും യുരീദു അൻ യതഫല്ലല അലൈക്കും വലൗ ഷാ അല്ലാഹു ലഅൻസല മലായികത്തൻ. നേരത്തെ നമ്മൾ പഠിച്ച സൂറത്തിൽ തന്നെ, സൂറത്തുൽ മുഅ്മിനൂൻ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, യുരീദു അൻ യതഫല്ലല അലൈക്കും, നിങ്ങളുടെ മേൽ ശ്രേഷ്ഠനാവാൻ അവൻ ഉദ്ദേശിക്കുന്നു. വലൗ ഷാ അല്ലാഹു ലഅൻസല മലായികത്തൻ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മലക്കുകളെ ഇറക്കുമായിരുന്നു. അഥവാ അള്ളാഹുവിൻ്റെ ദൂതന്മാരെന്ന് പറഞ്ഞിട്ട് മനുഷ്യർ വരൂല, മലക്കുകളാണ് വരിക. അതുകൊണ്ട് മനുഷ്യരായ എല്ലാ റസൂലുമാരെയും ഒപ്പം തള്ളിക്കളയുകയാണ് നൂഹ് നബിയുടെ ജനത ചെയ്തത്. അതുകൊണ്ടാണ് റുസുല എന്ന ബഹുവചനം ഉപയോഗിച്ചത് എന്നാണ്. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്.
നൂഹ് നബിയുടെ കാലത്ത് ജീവിക്കുന്ന ആളുകൾ നൂഹ് റസൂലല്ല എന്നല്ല പറഞ്ഞത്. അല്ലാഹു തആലാക്ക് ഇങ്ങനെ ഒരു മനുഷ്യനെ റസൂലായിട്ട് അയക്കുന്ന പരിപാടിയില്ല എന്നാ പറഞ്ഞത്. അതുകൊണ്ട് നൂഹിനെ കളവാക്കുകയാണ്, നിങ്ങൾ കളവ് പറയുകയാണെന്നാണ് വിചാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ. അങ്ങനെ അവർ ചെയ്തപ്പോൾ അത് അവരെ നശിപ്പിക്കാൻ ന്യായമായി എന്നാണ് പറഞ്ഞത്. പിന്നെ പറയുന്ന അഗ്റഖ്നാഹും, നാം അവരെ മുക്കിക്കളഞ്ഞു, മുക്കിക്കൊന്നു, മുക്കി നശിപ്പിച്ചു എന്നൊക്കെയാണ് വിശദീകരണമായി പറയുക. വാക്കിൻ്റെ അർത്ഥം മുക്കി എന്നേ ഉള്ളൂ. മുക്കിയാൽ പിന്നെ മരിക്കുമില്ല എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് മുക്കി കൊന്നു എന്നതിനാണ് അഗ്റഖ എന്ന വാക്ക് ഉപയോഗിക്കുക. വജഅൽനാഹും ലിന്നാസി ആയത്തൻ, അവരെ ജനങ്ങൾക്ക് ഒരു ആയത്താക്കി എന്നാണ്. ഈ ആയത്തിന് നമ്മൾ സൂക്തം എന്ന് പരിഭാഷപ്പെടുത്തലുണ്ട്. ഇവിടെ എങ്ങനെയാണ് സൂക്തം എന്നുള്ളത് ശരിയാവുക? യഥാർത്ഥത്തിൽ ആയത്ത് എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അടയാളം അല്ലെങ്കിൽ സിഗ്നൽ, കണ്ട് മനസ്സിലാക്കുന്നത് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ തെളിവ്. പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങളെ ആയത്തുകൾ എന്ന് പറയും. അതിൻ്റെ കാരണം അത് അള്ളാഹു ഇറക്കിയതാണ് എന്ന് സ്വയം തെളിയിക്കുന്ന വാചകങ്ങളാണ് പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ആയത്തല്ല അത്. എന്നാൽ ഖുർആനിലുള്ള വാചകങ്ങളൊക്കെ ആയത്തുകളാണ്. അഥവാ ആ വാചകത്തെക്കുറിച്ച് പഠിച്ചു നോക്കിയാൽ തന്നെ ഇത് അള്ളാഹു ഇറക്കിയതാണെന്നും ഇത് മനുഷ്യൻ്റെ വചനമല്ല എന്നും മനസ്സിലാകും. അതുകൊണ്ടാണ് ഖുർആനിലെ വാചകങ്ങൾക്ക് ആയത്ത് എന്ന് പറയുന്നത്. എന്നതുപോലെ ജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്ന ഒരടയാളമാക്കി എന്നാണ്. ആ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ കണ്ടു, സത്യത്തെ തള്ളിപ്പറയുകയും സത്യത്തോട് അഹങ്കാരം കാണിക്കുകയും റസൂലിനെ ഭത്സിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ, അവർക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ താക്കീത് പുലർന്നത് അവർ നേർക്കുനേരെ കണ്ടു. പിന്നീടും അവരുടെ തലമുറകളിലൂടെ ലോകത്ത് മുഴുവൻ ആ വാർത്ത എത്തിയിട്ടുണ്ട്. ഇന്നത്തെ മനുഷ്യർ ദുർരിയത്തമൻ ഹമൽനാ മഅ നോഹിൻ, നോഹിനോടൊപ്പം നാം കപ്പലിൽ വഹിച്ചവരുടെ പിന്മുറക്കാർ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ആ പിന്മുറക്കാരിലൂടെ ആ കഥ എല്ലാ സമൂഹത്തിലേക്കും ഒഴുകി. എല്ലാവരും അവരുടെ പിൻതലമുറകളോട് പണ്ട് അനുഭവിച്ച പ്രളയകഥ പറഞ്ഞു. അങ്ങനെ ഇന്ന് ലോകത്ത് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഒരു പണ്ടത്തെ പ്രളയത്തെക്കുറിച്ചുള്ള കഥകളുണ്ട്. അത് ഒരിടത്തുനിന്ന് വന്നതാണ്. അങ്ങനെ ജനങ്ങൾ മുഴുവൻ അറിയുന്ന ഒരു സംഭവമാണ് നോഹയുടെ പെട്ടകം, നോഹയുടെ കാലത്തുണ്ടായ തൂഫാൻ എന്നൊക്കെ എല്ലാവരും പറയുന്നതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ടാകും എന്നതിൻ്റെ ഒരു അടയാളമായിട്ട് അള്ളാഹു അതിനെ നിശ്ചയിച്ചു. അങ്ങനെ തലമുറകളിലൂടെ അത് കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന അറബികൾക്കും അറബ് മുശ്രിക്കുകൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള അറബ് മുശ്രിക്കുകൾക്കും ജൂതന്മാരിലൂടെയും ക്രിസ്ത്യാനികളിലൂടെയും അതുപോലെ ഈസാ നബിയുടെയും മൂസാ നബിയുടെയും യഥാർത്ഥ ദീന് ഫോളോ ചെയ്ത ആളുകളിലൂടെയും ഒക്കെ ഈ പ്രളയകഥ കിട്ടിയിട്ടുണ്ട്. ലൂയി 14 ആഫ്റ്റർ മീ ഡിലീജ്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന വാചകം സുപരിചിതമാണല്ലോ. അങ്ങനെ ഇഹലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലുമാരെ കളവാക്കിയവരെ, തള്ളിപ്പറഞ്ഞവരെ മുക്കിക്കളഞ്ഞു, നശിപ്പിച്ചു. വഅതദ്നാ ലിൽസാലിമീന അദാബൻ അലീമ, അക്രമികൾക്ക് നാം നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. അഥവാ ഇതുകൊണ്ട് ഇവിടെ മുക്കിക്കളഞ്ഞാലും രക്ഷപ്പെടുകയില്ല എന്നർത്ഥം. ഇനി അവിടെ പറയുന്ന ലിന്നാസിയും ലില്ലാലിമീനും വജഅൽനാ ലിന്നാസി ആയത്തൻ, അത് ഈ ജനങ്ങൾക്ക് എന്നുമാകാം അർത്ഥം. അഥവാ ഖുർആനിനെ ഇപ്പോൾ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന, അഥവാ ഈ ആയത്തിറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുന്ന ആളുകൾക്ക് ഒരു അടയാളമായിട്ട് അതിനെ നാം നിശ്ചയിച്ചിട്ടുണ്ട്, അഥവാ കണ്ടുപഠിച്ചോ. വഅതദ്നാ ലിൽസാലിമീന അദാബൻ അലീമ, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുന്ന
ഈ അക്രമികൾക്ക് അദാബുൻ അലീം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുമാകും അർത്ഥം. രണ്ടും പറയാൻ പറ്റുന്ന തരത്തിലാണ് അല്ലാഹു തആല അത് പറഞ്ഞിട്ടുള്ളത്. ഇവരിലെ അക്രമികൾക്കും അദാബുൻ അലീം ഒരുക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ ഈ ജനങ്ങൾക്ക് ഒരു അടയാളമായിട്ട് അതിനെ നിശ്ചയിച്ചിരിക്കുന്നു. അഥവാ ഇവരെ അത് ഓർമ്മിപ്പിക്കുക. വേറെ അടുത്ത് വത്ലു അലൈഹിം നബഅ നൂഹിൻ, നൂഹിൻ്റെ ജനതയുടെ കഥ അവർക്ക് ഓതിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഉള്ള ഓർമ്മിപ്പിക്കലിനുള്ള അടയാളമായിട്ടാണുള്ളത്. അതുകൊണ്ട് ഇവർ പഠിച്ചുകൊള്ളട്ടെ, ഈ അക്രമികൾ അവർക്ക് അദാബുൻ അലീമുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ വേണ്ടിയിട്ടാണിത് പറയുന്നത്. പഴയ കഥ പറയാൻ വേണ്ടിയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളെ താക്കീത് ചെയ്യുകയാണല്ലോ ഉദ്ദേശ്യം. അതുകൊണ്ടാണ് അങ്ങനെയും അർത്ഥം പറയാം എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.